ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഈസി ചിക്കൻ കറി റെസിപ്പിയാണ്. Hey guys, welcome to our channel Walkie Talkie, to the walks and talks of our life. Do like, comment, share and subscribe. നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 1 കിലോ ചിക്കൻ ആണ്. 4 മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ആഡ് ചെയ്യാം. നന്നായി പഴുത്ത ഒരു തക്കാളി, 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തത്. പിന്നെ വേണ്ടത് മല്ലിയില. പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരൽപ്പം കുരുമുളക് പൊടി. ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന എല്ലാം, അതായത് സവാള, കുഞ്ഞുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു പേസ്റ്റ്, മല്ലിയില, പിന്നെ ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരുമിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി ആ ഒരു സവാളയുടെയും തക്കാളിയുടെയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാത്തിൻ്റെയും ജ്യൂസ് പുറത്തു വന്ന് അത് ഈ ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സപ്പ് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഉപ്പ് പറയാൻ വിട്ടുപോയി. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു മിക്സ്ചർ നമുക്കൊരു 5-10 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് വരെ ഇത് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൽ നമ്മൾ സവാളയിൽ നിന്നും ചിക്കനിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്നാലും കുറച്ചും കൂടി വെള്ളം വേണം. സോ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം. 1.5 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വേവ് അനുസരിച്ച് അടച്ചിട്ട് വീണ്ടും വേവിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ബാക്കിയുള്ള മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ലൂസായിട്ടുള്ള കറി വേണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഓഫ് ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് കറി കുറച്ചുകൂടെ ഗ്രേവി തിക്കനാവണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വേവിച്ച് ഇതുപോലെ കറി കുറുക്കിയെടുത്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബിഗിനേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് നമുക്ക് സാധാരണ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ കൂടെ നിന്ന് സവാള വഴറ്റി, ഇഞ്ചി വഴറ്റി, വെളുത്തുള്ളി വഴറ്റി അങ്ങനെയൊന്നും ചെയ്യേണ്ട, എളുപ്പത്തിലാക്കാൻ പറ്റും. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.